നമസ്കാരം. പാറശാല ഷാരോൺ വധക്കേസിൽ പ്രതി ഗ്രീഷ്മയെ കാണാനും വിധി എന്താണെന്ന് അറിയാനും ജനം നെയ്യാറ്റിൻകര കോടതി പരിസരത്ത് ഇന്നലെ തിങ്ങി നിറഞ്ഞിരുന്നു. എന്നാൽ കാത്തിരുന്ന ശിക്ഷാവിധി വന്നില്ല. ഷാരോൺ രാജിനെതിരായ ബ്ലാക്ക്മെയിൽ വാദമൊക്കെ പോലീസ് ഇന്നലെ തള്ളി. ഒരുമിച്ചുണ്ടായപ്പോൾ പകർത്തിയ ചിത്രങ്ങളും വീഡിയോകളും ഉപയോഗിച്ച് ഷാരോൺ രാജ് ഗ്രീഷ്മയെ നിരന്തരം ബ്ലാക്ക്മെയിൽ ചെയ്യുകയായിരുന്നെന്നും ഗത്യന്തരമില്ലാതെ സംഭവിച്ച കൊലപാതകമായിരുന്നുവെന്നും ഗ്രീഷ്മയുടെ അഭിഭാഷകൻ ഇന്നലെ കോടതിയിൽ വാദിച്ചിരുന്നു. ഗ്രീഷ്മ നടത്തിയ കൊലപാതകത്തെ ജസ്റ്റിഫയബിൾ മർഡർ ആക്കാനായിരുന്നു ഈ ശ്രമം. ഇതിലൂടെ വീണ്ടും ഷാരോണിനെ കൊല്ലാക്കൊല ചെയ്യുകയായിരുന്നു അവർ. എന്നാൽ വിശദമായ അന്വേഷണത്തിൽ ഒരിക്കൽ പോലും ഇത്തരം ബ്ലാക്ക്മെയിൽ സ്വഭാവമുള്ള ചിത്രങ്ങൾ പോലീസിന് കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല. ഷാരോൺ രാജിന്റെ ഫോണും കമ്പ്യൂട്ടറുമെല്ലാം വിശദമായി പോലീസ് പരിശോധിച്ചിരുന്നു. ഗ്രീഷ്മയുടെ വാട്സപ്പ് അടക്കം പരിശോധിച്ചു. ഇതിലൊന്നും ബ്ലാക്ക്മെയിൽ സ്വഭാവം കണ്ടില്ല. എന്നാൽ സ്നേഹത്തിൽ പൊതിഞ്ഞ ഗ്രീഷ്മയുടെ ചതി കണ്ടെത്തുകയും ചെയ്തിരുന്നു. തൂക്കുകയറിൽ നിന്നും രക്ഷപ്പെടാനുള്ള ഗ്രീഷ്മയുടെ അടവാണ് ഷാരോണിനെ സാമൂഹ്യ വിരുദ്ധനായി ചിത്രീകരിക്കുന്ന സംഭവമെന്നും വ്യക്തമാണ്. ഈ സാഹചര്യത്തിൽ ഈ വാദങ്ങൾക്കെതിരെ കുടുംബം നിയമ നടപടികൾ എടുക്കുന്നത് ആലോചനയിലുണ്ട്. കോടതിയിൽ വാദമായി ഉന്നയിച്ച വിഷയങ്ങളിൽ നിയമ നടപടികൾ സാധ്യമാണോ എന്ന് ഗ്രീഷ്മയുടെ കുടുംബം പരിശോധിക്കും. തിരുവനന്തപുരം റൂറൽ ജില്ലാ ക്രൈംബ്രാഞ്ച് ആയിരുന്നു കേസ് അന്വേഷിച്ചത്. അന്വേഷണ സംഘത്തിലെ ചില ഉദ്യോഗസ്ഥർ ഗ്രീഷ്മയുടെ വാക്കുകൾ കേട്ട് അന്ന് ഞെട്ടിയിരുന്നു. എന്തിനു കൊല ചെയ്തുവെന്ന് അന്ന് പോലീസ് ഉദ്യോഗസ്ഥർ ചോദിച്ചപ്പോൾ ചിരിച്ചുകൊണ്ട് യാതൊരു കൂസലുമില്ലാതെയാണ് ഗ്രീഷ്മ അതിന് മറുപടി പറഞ്ഞത്. ഷാരോണിനൊപ്പം ജീവിക്കാൻ ഒരു ആഗ്രഹവുമില്ല. ഒഴിവാക്കാൻ പറഞ്ഞിട്ട് ഷാരോൺ പോകുന്നുമില്ല. പിന്നെ കൊല്ലുകയല്ലാതെ മാർഗമില്ലായിരുന്നു. ശിക്ഷ കിട്ടുമെന്നറിയാം. കൂടിപ്പോയാൽ ജീവപര്യന്തം, അതായത് 14 വർഷം. അപ്പോൾ 38 വയസ്സൊക്കെ ആകുമ്പോൾ ജയിലിൽ നിന്നിറങ്ങാം. ഞാൻ അത് കഴിഞ്ഞ് ജീവിച്ചോളാം എന്നായിരുന്നു ഗ്രീഷ്മയുടെ മറുപടി. ഗ്രീഷ്മയുടെ പഴയ വാക്കുകൾ വീണ്ടും ചർച്ചയാവുകയാണ്. ഇതിനൊത്ത വാദങ്ങളാണ് കഴിഞ്ഞ ദിവസം കോടതിയിലും നടന്നത്. കോടതിക്ക് കത്ത് കൈമാറിയതടക്കം വ്യക്തമായ പദ്ധതിയുടെ ഭാഗമാണ്. അവസാനവട്ട വാദപ്രതിവാദങ്ങളിൽ ചൂട് പിടിച്ച കോടതി മുറിയിൽ തന്റെ ബിരുദ സർട്ടിഫിക്കറ്റുകളുമായി എത്തി ശിക്ഷ ഇളവ് തേടി ഗ്രീഷ്മ എല്ലാ അർത്ഥത്തിലും ജീവപര്യന്തം ശിക്ഷ മാത്രമാണ് പ്രതീക്ഷിക്കുന്നതെന്ന് വ്യക്തമാണ്. വധശിക്ഷയോ ഇരട്ട ജീവപര്യന്തമോ കിട്ടാത്ത വണ്ണമുള്ള വാദങ്ങളാണ് പ്രതിഭാഗം ഉയർത്തുന്നത്. പ്രായം കണക്കിലെടുക്കുമ്പോൾ ഗ്രീഷ്മയ്ക്ക് വധശിക്ഷ കിട്ടുമെന്ന് ആരും കരുതുന്നില്ല. അപൂർവങ്ങളിൽ അപൂർവമെന്ന പ്രോസിക്യൂഷൻ വാദത്തിൽ കോടതി എടുക്കുന്ന നിലപാടാകും നിർണായകം. തിങ്കളാഴ്ചയാണ് ശിക്ഷാവിധി കോടതി പറയുക. ഷാരോൺ വധക്കേസ് വിചാരണ നടക്കുന്ന നെയ്യാറ്റിൻകര അഡീഷണൽ സെഷൻസ് കോടതി നാടകീയ രംഗങ്ങൾക്ക് ഇന്നലെ വേദിയായിരുന്നു. വാദങ്ങൾ കേട്ട അഡീഷണൽ സെഷൻസ് ജഡ്ജ് AM ബഷീർ വിധി പറയുന്നത് തിങ്കളാഴ്ചത്തേക്ക് നീട്ടിയിരിക്കുകയാണ്. പ്രതിക്ക് എന്തെങ്കിലും പറയാനുണ്ടോ എന്ന് കോടതി ആരാഞ്ഞപ്പോഴാണ് ഗ്രീഷ്മ തന്റെ സർട്ടിഫിക്കറ്റുകളും മാർക്ക് ലിസ്റ്റും ഹാജരാക്കി ഇളവിന് അപേക്ഷിച്ചത്. മാതാപിതാക്കളുടെ ഏക മകളാണ്. തുടർന്ന് പഠിക്കണം. തനിക്ക് ക്രിമിനൽ പശ്ചാത്തലമൊന്നുമില്ല. അതിനാൽ നിയമം അനുശാസിക്കുന്നതിൽ ഏറ്റവും കുറഞ്ഞ ശിക്ഷയെ തനിക്ക് നൽകാവൂ എന്നാണ് ഗ്രീഷ്മ അഭ്യർത്ഥിച്ചത്. ഇത്തരമൊരു അഭ്യർത്ഥനയ്ക്ക് പിന്നാലെയാണ് ഷാരോണിനെ കുറ്റപ്പെടുത്തുന്ന പ്രതിഭാഗം വാദം കോടതി മുറിയിൽ കേട്ടത്. എന്നാൽ ബ്ലാക്ക്മെയിൽ സ്വഭാവമുള്ള ചിത്രമോ വീഡിയോയോ ഒന്നും അവർക്ക് ഹാജരാക്കാൻ കഴിഞ്ഞതുമില്ല. അങ്ങനെ ഒരു വിഷയമുണ്ടെങ്കിൽ തെളിവ് വേണ്ടേ എന്ന ചോദ്യമാണ് ഷാരോണിനെ സ്നേഹിക്കുന്നവർ ഉയർത്തുന്നത്. ഒരുമിച്ചുണ്ടായപ്പോൾ പകർത്തിയ ചിത്രങ്ങളും വീഡിയോകളും ഉപയോഗിച്ച് ഷാരോൺ രാജ് ഗ്രീഷ്മയെ നിരന്തരം ബ്ലാക്ക്മെയിൽ ചെയ്യുകയായിരുന്നെന്നും ഗത്യന്തമില്ലാതെ സംഭവിച്ച കൊലപാതകമായിരുന്നുവെന്നും പ്രതിഭാഗം വക്കീല് വാദിച്ചു. പല ഡിവൈസുകളിലായി ഇത്തരം ചിത്രങ്ങൾ സൂക്ഷിച്ചു വെച്ചിരുന്ന ഷാരോൺ ഗ്രീഷ്മയുടെ ജീവിതത്തെയാകെ ബാധിക്കും വിധം ബ്ലാക്ക്മെയിൽ ചെയ്യുകയുമായിരുന്നു. ഗത്യന്തരമില്ലാതെ ആത്മഹത്യ ചെയ്യാനാണ് ഗ്രീഷ്മ ആദ്യം തീരുമാനിച്ചത്. അതിന് ശ്രമിക്കുകയും ചെയ്തിരുന്നു. സമൂഹ വിരുദ്ധ പെരുമാറ്റമുള്ള ഷാരോണ് ഗ്രീഷ്മയെ മർദ്ദിക്കുകയും ചെയ്തിരുന്നു. സ്വസ്ഥമായ ജീവിതം ആഗ്രഹിച്ച പ്രതി സമൂഹത്തെ മാനിച്ചിരുന്നു. ഒരു ക്രിമിനൽ പശ്ചാത്തലവും ഇല്ലാത്ത പ്രതിക്ക് മാനസാന്തരത്തിന് അവസരം നൽകണമെന്നായിരുന്നു പ്രതിഭാഗം വാദം.